നമ്മുടെ കേരളത്തില് ഈ ഉൽക്ക വന്ന് വീണിട്ടുണ്ടോ? ആക്ച്വലി ഈ കാവേരി ക്രേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1600 കിലോമീറ്റർ വരുന്ന നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, നീലഗിരി ഹിൽസിന്റെയും അതുപോലെ തന്നെ കൊടൈക്കനാൽ ഹിൽസിന്റെയും നടുവിൽ ഒരു ക്രേറ്റർ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ 1600 കിലോമീറ്റർ നീളമുള്ള ഇപ്പോ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇപ്പൊ പാലക്കാട് വന്ന് വരെ എത്തുന്ന സമയത്ത് അവിടെ ഒരു 32 കിലോമീറ്ററിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് പറയുന്നത് ഒരു ഉൽക്ക പണ്ട് നമ്മുടെ ഭൂമിയിൽ വന്ന് വീണിട്ടുണ്ട്. നമ്മളിപ്പോ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഉൽക്ക വന്ന് വീണ് അവിടെ ഒരു വലിയൊരു പ്രതലം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം 120 കിലോമീറ്റർ ഡയലാണ് ഈ ഒരു ഉൽക്ക വന്ന് വീണേക്കുന്നതെന്നാണ് പറയുന്നത്. പണ്ടും ഇതുപോലെ ഒരു ഉൽക്ക വന്ന് വീണാണ് ഈ ഭൂമിയിൽ നിന്ന് ഡിനോസറുകളൊക്കെ തന്നെ മാറ്റപ്പെട്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വ്യാപ്തി പറയുന്നത് 180 കിലോമീറ്റർ ആണ്. പക്ഷെ ഇത് കാവേരി ക്രേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഗൂഗിളിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഹിന്ദുവിന്റെ ആണ് തോന്നുന്നു അവരൊരു ആർട്ടിക്കിൾ തന്നെയായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ജിയോളജിക്കൽ സൊസൈറ്റിയുടെ 2 ശാസ്ത്രജ്ഞരാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ സാധ്യത ഉണ്ടെന്നുള്ള തരത്തിലേക്കാണ്. ഇതുവരെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും പറയുന്ന ഒരു കാര്യം 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ഡൈനോസേഴ്സ് എന്ന് പറയുന്ന ജീവി വർഗം ഇവിടുന്ന് വംശനാശം സംഭവിച്ചു പോയത് ഇത്തരത്തിലുള്ള ഒരു ഉൽക്കാ വർഷത്തിലൂടെയാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. ഈ കാവേരി ക്രേറ്ററിന്റെ ഒരു പഴക്കം പറയുന്നത് ഏതാണ്ട് 550 മില്യൺ വർഷം മുതൽ 800 മില്യൺ വർഷങ്ങൾക്കിടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലേറ്റിയുടെ കംപ്ലീറ്റ്ലി ഒരു സ്വഭാവത്തെ മാറ്റിമറിച്ചത് ഇത്തരത്തിലേക്കായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് ഈ ജിയോളജിക്കൽ സയന്റിസ്റ്റുകളുടെ പരീക്ഷണം വന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പലതര കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ഓരോ മില്യൺ വർഷങ്ങൾക്കിടയിൽ ഭൂമിയിൽ അത്രയധികം ഇപ്പൊ മില്യൺ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്രയധികം കാലത്തെ കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട് നമുക്ക്. കാരണം നമുക്ക് മുന്നിലുള്ള ശാസ്ത്രം നമ്മുടെ ഭാവി തലമുറ നമ്മുടെ കയ്യിലുള്ള ശാസ്ത്രരേഖ വളരെ പരിമിതമാണ്. ഒരു 1000-2000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മുൻപോട്ടോ അല്ലെങ്കിൽ പിറകിലോട്ടോ ഉള്ള ശാസ്ത്രരേഖകൾ നമുക്കില്ല. ബാക്കിയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതാവും, അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതാവുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ജിയോഗ്രഫിക്കലി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില എവിഡൻസുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് അക്ഷയ് പറഞ്ഞ ഈ കാവേരി ക്രേറ്ററിന്റെ കാര്യം എന്ന് പറയുന്നത്. എന്തോ ഒരു ഇമ്പാക്ട് ആയിരിക്കും ഇപ്പം ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ സ്ഥലത്തിന്റെ ജിയോഗ്രഫി തന്നെ മാറും, അവിടുത്തെ വെതർ കണ്ടീഷൻസ് മാറും, അവിടുത്തെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ജിയോഗ്രഫി മാറും ഇതുപോലുള്ള കുഞ്ഞു മാറ്റങ്ങൾ വരുമ്പോ പോലും. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാവേരി ക്രേറ്ററിനെ കുറിച്ച് അതിന്റെ പടങ്ങളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്.